ഹായ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ പ്രിയപ്പെട്ട നടൻ ശ്രീ സലീം കുമാർ, അദ്ദേഹം ഈ ഭൂമിയിലെ ജീവിതം മതിയാക്കി യാത്ര പോയി. നമ്മൾക്കറിയാം, അദ്ദേഹത്തിൻ്റെ പല വിധത്തിലുള്ള ഡയലോഗുകൾ, മാസ് ഡയലോഗുകൾ സോഷ്യൽ മീഡിയയിലും നമ്മുടെ ജീവിതത്തിൻ്റെ ചില മേഖലകളൊക്കെ നമ്മൾ എടുത്തിട്ട് പ്രയോഗിക്കുന്ന നമ്മുടെ സൗഹൃദങ്ങൾക്കിടയിലൊക്കെ. അപ്പോൾ അദ്ദേഹത്തിന് ഹൃദയം നിറഞ്ഞ ആദരാഞ്ജലികൾ അർപ്പിക്കുകയാണ്. ഞാൻ പറഞ്ഞു വന്ന അതൊന്നുമല്ല, ആ മരണാന്തര ചടങ്ങുകൾ നടന്ന വീട്ടിൽ നടന്ന കോലാഹലങ്ങൾ നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടായിരിക്കും. അവസാനം അദ്ദേഹത്തിൻ്റെ പ്രിയപ്പെട്ട മകൻ ചന്തുവിന് അവിടെ വന്ന് ആക്രോശിക്കേണ്ടി വന്നു. ഈ ഔചിത്യബോധമില്ലാത്ത മനുഷ്യരുടെ പ്രവർത്തനമാണ് എത്ര ഹീനവും മോശവുമാണെന്നുള്ളത് മനസ്സിലാക്കുന്ന ഒരു മുഹൂർത്തം കൂടിയായിരുന്നു അത്. നമ്മളെല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഒരു മരണം നടന്ന വീട്, ആ വീട്ടിൽ നമ്മൾ കടന്നു ചെല്ലുമ്പോൾ ആ വീട്ടിൽ നമ്മൾ പാലിക്കേണ്ട ചില മാന്യതകളും മര്യാദകളും ഉണ്ട്. മുഖ്യമന്ത്രി ശ്രീ വി.ഡി. സതീശൻ വന്നപ്പോൾ കാണിക്കുന്ന ചില പ്രവർത്തനങ്ങൾ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. ചിലർ എത്ര മോശമായ പ്രവർത്തനമാണ് അവരുടെ. അതുപോലെ തന്നെ മറ്റ് രാഷ്ട്രീയ മേഖലയിൽ നിന്നുള്ളവർ, ഫിലിം സ്റ്റാറുകളൊക്കെ വരുമ്പോഴത്തേക്കും സെൽഫി എടുക്കാനൊക്കെയുള്ള ശ്രമങ്ങൾ, എത്രയോ മോശമായിട്ടുള്ള ഒരു പ്രവർത്തനമാണ് അവിടെ നടക്കുന്നത്. അതൊരു കല്യാണ വീടാണ്, അതൊരു മരണം നടന്ന വീടാണ്. വേദനകൾ കൊണ്ട് നിറഞ്ഞ്, സങ്കടങ്ങൾ കൊണ്ട് നിറഞ്ഞ്, ദുഃഖം കടിച്ചമർത്തിയിരിക്കുന്ന ഒരു കുടുംബത്തിൽ അവിടെ കടന്നു ചെന്നിട്ട് കാണിക്കുന്ന പേക്കൂത്തുകൾ, ഇതുപോലെയുള്ള മൊണ്ണകളെയൊക്കെ എന്താണ് ചെയ്യേണ്ടത്? ഇതുപോലെയുള്ള മൊണ്ണകളെയൊക്കെ ശരിക്കും പറഞ്ഞ കാലേ വാരി നിലത്തടിക്കണം എന്നാണ് ഞാൻ പറയുന്നത്. നിങ്ങൾ എവിടെയാണ് നിങ്ങൾ ചെന്ന് നിൽക്കുന്നതെന്നുള്ള ചിന്ത നിങ്ങൾക്ക് വേണം, എനിക്ക് വേണം, എല്ലാവർക്കും വേണം. പലപ്പോഴും പല മരണവീടുകളിലും ചെല്ലുമ്പോഴും ഇതുപോലെയുള്ള പ്രവൃത്തികൾ കാണും. നമ്മളെപ്പോഴും ആ മരണപ്പെട്ട് ഡെഡ് ബോഡിയായി കിടക്കുന്ന വ്യക്തിയോട് കാണിക്കുന്ന ബഹുമാനവും സ്നേഹവും ഇഷ്ടവും അത് പ്രകടിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മരണം നടന്ന ഭവനങ്ങളിലേക്ക്, അല്ലെങ്കിൽ അതിൻ്റെ ചടങ്ങ് നടക്കുന്ന സ്ഥലങ്ങളിലേക്കൊക്കെ നമ്മൾ കടന്നു ചെല്ലുന്നത്. അതിനു പകരം ഇതുപോലെയുള്ള പേക്കൂത്തുകൾ കാണിക്കുമ്പോൾ നമ്മൾ കടന്നു വരുന്നത് ആരും ആയിക്കോട്ടെ, എത്ര വലിയ മഹാനും ആയിക്കോട്ടെ, നമ്മൾ അവിടെ കടന്നു വരുന്ന ആ മഹാനെ അല്ല നമ്മൾ കാണാൻ ചെല്ലുന്നത്. നമ്മൾ കടന്നു ചെന്നിരിക്കുന്നത് നമ്മുടെ ഒരു പ്രിയപ്പെട്ട, അല്ലെ നമ്മൾ ഇഷ്ടപ്പെടുന്ന ആരെങ്കിലും ഒരാൾ മരണപ്പെടുമ്പോഴാണ്. സലീം കുമാർ എന്ന പ്രിയപ്പെട്ട നടൻ്റെ മരണാനന്തര ചടങ്ങിൽ കാണിച്ച ആ പേക്കൂത്ത് ഇപ്പോൾ ഔചിത്യബോധമില്ലാത്ത പത്രപ്രവർത്തകരാണ് കൂടുതലുള്ളത്. ഒരു ദാരുണമായ സംഭവങ്ങൾ നടന്നു കഴിയുമ്പോഴേക്കും അവിടേക്ക് ഈ കോലിൽ നീട്ടിപ്പിടിച്ചുകൊണ്ടിരുന്ന് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. എത്ര മോശമായിട്ടുള്ള പ്രവർത്തനമാണ്. എന്നിട്ടുള്ള ചോദ്യങ്ങൾ കേൾക്കുമ്പോൾ ഇതിനൊക്കെ ഉത്തരം പറയാൻ പറ്റിയൊരു സാഹചര്യമോ സന്ദർഭമോ മാനസികാവസ്ഥയിലായിരിക്കില്ല ഇതിൻ്റെ ഫലം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അവരോടാണ് ചെന്ന് അനാവശ്യമായ ചോദ്യങ്ങളും അനാവശ്യമായ ഇടപെടലുകളൊക്കെ നടത്തുന്നത്. അതായത് ഈ ഓൺലൈൻ മീഡിയയിൽ ഉള്ളവരുമുണ്ട്. ഓൺലൈൻ മീഡിയക്കാരെ കൊണ്ട് സഹിക്കാൻ പറ്റിയാത്ത ശല്യമാണെന്നാണ് പറഞ്ഞു കേൾക്കുന്നത്. തങ്ങൾക്ക് റീച്ച് കിട്ടണം, കൂടുതൽ റീച്ച് കിട്ടിയാൽ കൂടുതൽ പണം അവരുടെ അക്കൗണ്ടിലേക്ക് വരികയുള്ളൂ. അതുപോലെ തന്നെയാണ് പത്രമാധ്യമങ്ങളും. ദൃശ്യമാധ്യമങ്ങളാണ് ഇതിൽ ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്. കാരണം ഇവരെ എന്തെങ്കിലും രീതിയിലുള്ള ഒരു ബൈറ്റ്, മറ്റൊരാൾ കാണിക്കാത്ത ഒരു ബൈറ്റ് കാണിച്ചെങ്കിൽ കൂടുതലായിട്ടുള്ള കാഴ്ചക്കാർ ഇവരുടെ ഈ ചാനലിലേക്ക് കടന്നു ചെല്ലും. ഈ ചാനലിലായിരിക്കും കൂടുതലായിട്ട് കാണുന്നത്. അപ്പോൾ അതിനനുസരിച്ചുള്ള പ്രവൃത്തികൾ ഇവർ കാണിക്കും. നാണമില്ലാത്ത, വൃത്തികെട്ട, മോശമായ സ്വഭാവ ഗുണങ്ങളുള്ള മൊണ്ണകളെ നിങ്ങൾക്ക് എന്നാണ് വിവരബോധം ഉണ്ടാകുന്നത്?
ഈ സമൂഹത്തോടും കൂടി ഞാൻ ചോദിക്കുകയാണ്, നിങ്ങൾക്ക് എന്നാണ് വിവരബോധം ഉണ്ടാവുക? സാഹചര്യങ്ങൾക്കനുസൃതമായിട്ട് പെരുമാറാനും പഠിക്കുന്നില്ല എന്ന് വരിക. ആ സാഹചര്യങ്ങളെ, ഏത് സാഹചര്യമാണ് ആ സാഹചര്യത്തെ ഉൾക്കൊള്ളാൻ നിങ്ങൾക്ക് സാധിക്കുന്നില്ല എന്ന് വരിക. പോയി തൂങ്ങിച്ചത്തൂടെ എന്നാണ് എനിക്ക് ചോദിക്കാം. ഒരു മരണം നടന്ന് വീട്ടിലേക്ക് കടന്നു വരുന്നത് എത്ര വലിയ മഹാനാണെങ്കിലും, മുഖ്യമന്ത്രി ആയിക്കോട്ടെ, പ്രധാനമന്ത്രി ആയിക്കോട്ടെ, ആരും ആയിക്കോട്ടെ, അവർക്കാർക്കുമല്ല അവിടെ പ്രാധാന്യം. നമ്മൾക്ക് പ്രിയപ്പെട്ട ആരോ ഒരാൾ അവിടെ തൻ്റെ ജീവിതം അവസാനിപ്പിച്ച് കടന്നു പോയിരിക്കുന്ന ആ സാഹചര്യത്തിൽ ആ വ്യക്തിയോടാണ് നമുക്ക് അവിടെ ബഹുമാനവും സ്നേഹവും ഇഷ്ടവും കൂടുതൽ. മറ്റ് കടന്നു വരുന്നവർ അവരുടെ കാര്യം കഴിഞ്ഞ് അവരവരുടെ വഴിക്ക് പോവുകയാണ് ചെയ്യുന്നത്. അതിന് പകരമായിട്ടാണ് ഈ വൃത്തികേടുകളെല്ലാം കാണിച്ചു കൂട്ടുന്നത്. അതുകൊണ്ടാണ് അവസാനം ആ സലീംകുമാറിൻ്റെ പ്രിയപ്പെട്ട മകൻ ചന്തുവിനെ അവിടെ ആക്രോശിക്കേണ്ടി വരുന്നത്. കടക്കുപുറത്ത് എന്ന് പറഞ്ഞപ്പോൾ അത് വളരെ മോശമായൊരു വാക്കായിട്ട് ഉപയോഗിച്ചുകൊണ്ട് ഇലക്ഷൻ്റെ സമയത്ത് ഉപയോഗിച്ച് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നു. പിണറായി വിജയൻ, ശ്രീ സഖാവ് പിണറായി വിജയൻ ചിലരോട് കടക്ക് പുറത്ത് എന്ന് തന്നെ പറയേണ്ടി വരും. അതെ, കടക്ക് പുറത്ത്.